15 മിനിറ്റിനകത്ത് ഒരു വെബ്സൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പറ്റും. അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ അല്ലൺ അക്കാഡമിയിലെ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വെബ്സൈറ്റ് വേണ്ടിയിട്ട് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വെൽക്കം ടു വേർഡ് പ്രസ് എന്നുള്ള രീതിയിൽ നമ്മൾ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കുറച്ച് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുക. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യണം, അപ്പിയറൻസ്. ഫസ്റ്റ് നമുക്കൊരു വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പിയറൻസ് തന്നെയായിരിക്കും. അപ്പിയറൻസിൽ പോയിട്ട് നമ്മൾ ഏത് തീമാണോ നമ്മൾ വെബ്സൈറ്റിന് യൂസ് ചെയ്തത് നമുക്ക് ആ തീം യൂസ് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ പേഴ്സണൽ ചോയ്സിൽ ഞാൻ ടോപ്പ് 3 എന്ന് പറയുന്ന 3 അപ്പിയറൻസ് അല്ലെങ്കിൽ 3 തീംസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അസ്ത്ര ആയിരിക്കും. അസ്ത്ര എന്ന് പറഞ്ഞൊരു തീമാണ് അവൈലബിൾ ആണ്. അതിൻ്റെ ഹെഡറും ഫൂട്ടറും എല്ലാം കസ്റ്റമൈസബിൾ ആണ്, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വരുന്ന ഹലോ എലമെൻ്റർ എന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഹലോ എലമെൻ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് സെയിം ഫീച്ചേഴ്സ് എല്ലാം അൺലോക്ക് ചെയ്യാൻ പറ്റും. ഹലോ എലമെൻ്റർ എന്ന് പറഞ്ഞാൽ എലമെൻ്ററിൻ്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ്. മൂന്നാമത് വരുന്ന റോയൽ എലമെൻ്റർ കിറ്റ് എന്നുള്ളൊരെണ്ണം വരുന്നുണ്ട്. ഇത് റോയൽ എലമെൻ്ററിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു തീമാണ്. ഇതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എലമെൻ്റർ പ്രോയിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, അതായത് ഹെഡർ ഫൂട്ടർ കസ്റ്റമൈസിങ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഇവിടെ ഒരേ ഒരു തീമിൽ നിങ്ങൾക്ക് ഇവിടെ അൺലോക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ആഡ് എ ന്യൂ തീം ക്ലിക്ക് ചെയ്യുന്നു. റോയൽ എലമെൻ്റർ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ച് നമുക്ക് ഈസി ആയിട്ട് ഒരു നല്ലൊരു പ്രീമിയം വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇപ്പോൾ റോയൽ എലമെൻ്റർ ഞാൻ ടൈപ്പ് ചെയ്യാണ്. ഈ ഒരു ഓറഞ്ച് കളർ തീം വരുന്നതാണ് റോയൽ എലമെൻ്റർ കിറ്റാണ് നമ്മുടെ തീം എന്ന് പറയുന്നത്. അതിനകത്ത് ജസ്റ്റ് പോവുക, ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനായ ആക്ടിവേറ്റ് ചൂസ് ചെയ്യുക. ആക്ടിവേറ്റ് കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മളെ വെബ്സൈറ്റ് ഇപ്പോൾ ലൈവ് ആയിട്ടുണ്ട്. ഇനി വലിയ ഈസി പ്രോസസ്സാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ അപ്പിയറൻസ് സെറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് പ്ലഗിൻസ് ആണ്. സോ ഇപ്പോൾ നമുക്ക് പ്ലഗിൻസിലോട്ട് നേരെ റീഡയറക്ട് ചെയ്യാം. പ്ലഗിൻസിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് ന്യൂ പ്ലഗിൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ എത്ര പ്ലഗിൻസ് വേണമെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഞാൻ എലമെൻ്റർ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കറൻ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ എലമെൻ്റർ എന്നുള്ള പ്ലഗിൻ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്ലഗിൻസ് കൂടെ നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. കുറച്ചും കൂടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. നമുക്കിത് അവിടെ എസെൻഷ്യൽ എലമെൻ്റർ ആഡ് ഉണ്ട്, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ റോയൽ എലമെൻ്റർ ആഡ് ഉണ്ട്, അതും ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ രണ്ട് പ്ലഗിനും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്ന ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, കുറച്ച് ടൈം എടുക്കും. കാരണം അതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം വെച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ സ്പീഡും ഇതിന് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ 2 പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ റോയൽ എലമെൻ്റർ ആഡ് ഓൺ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇൻസ്റ്റാൾഡ് പ്ലഗിൻസിൽ പോവാം. നമ്മൾ ഇൻസ്റ്റാൾ പ്ലഗിൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ പ്ലഗിൻസും അവിടെ നമുക്ക് വിസിബിൾ ആയിട്ട് വരും. അതിൽ നിങ്ങൾ ഏതൊക്കെ പ്ലഗിനാണ് ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ബൾക്ക് ആക്ഷനിൽ പോയിട്ട് ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ കൊടുക്കാം. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എല്ലാം നമുക്ക് ആക്ടിവേറ്റ് ആയി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വന്നതാണ്. ഇത് നമുക്ക് കുറച്ചുകൂടി ഈസി പ്രോസസ്സ് ആയിരിക്കും. സോ നമ്മൾ എസെൻഷ്യലും ആഡ് ആയിട്ടുണ്ട്, റോയൽ എലമെൻ്റർ ആഡ് ഓൺ ആഡ് ആയിട്ടുണ്ട്. അടുത്ത ഞാൻ റോയൽ എലമെൻ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ അപ്ഗ്രേഡ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്കത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ നമ്മൾ ട്രിക്കാണ്. അതായത് ഇവർ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ അത് ആക്ടിവേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലഗിൻസിൽ പോവുക, ഇൻസ്റ്റാൾഡ് പ്ലഗിൻസിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ പ്ലഗിൻസും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ റോയൽ എലമെൻ്റർ ആഡ് ഓൺ അവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് നമ്മളത് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് അവർ കുറച്ച് അലോ ഓപ്ഷൻസ് ഒക്കെ കാണും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് റോയൽ എലമെൻ്റർ ആഡ് ഓൺ ആക്ടിവേറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. കണ്ടോ, ഇപ്പോൾ നമുക്ക് ടെംപ്ലേറ്റ്സ് ഒക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിവിടെ പ്രീമിയം ടെംപ്ലേറ്റ്സും അവൈലബിൾ ആണ്, അതുപോലെ ഫ്രീ ടെംപ്ലേറ്റ്സും അവൈലബിൾ ആണ്. ഞാൻ കുറച്ചും ഫ്രീ ആയിട്ട് ഞാൻ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഫിൽറ്ററിൻ്റെ ഇവിടെ പോകുന്നു, ഫ്രീയിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുണ്ട്. അപ്പോൾ നമുക്ക് പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പ്രീമിയം ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ പ്രിവ്യൂ ഒക്കെ നോക്കാനായിട്ട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് എങ്ങനെയായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് ലൈവായിട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു എങ്ങനെ രീതിയിലായിരിക്കും വരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അത്യാവശ്യം പ്രീമിയം ലെവലിൽ നമുക്കിത് വരുന്നുണ്ട്. ഇമേജസ്, വീഡിയോസ് എല്ലാം നമുക്ക് കുറച്ച് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നീറ്റായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ ചെയ്യാൻ പറ്റും. സോ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പോയിട്ട് വേറെ ഇമ്പോർട്ട് ചെയ്താലും മതി, കുഴപ്പമില്ല. സോ എല്ലാ പേജസും എനിക്ക് വരുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഇമ്പോർട്ട് ടെംപ്ലേറ്റ് കിറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഓക്കെ കൊടുക്കുകയാണ്.
ഓക്കെ എടുക്കുമ്പോൾ ഒരു ചെറിയൊരു ടൈം എടുക്കും. അതായത് ഒരു കുറച്ച് പ്ലഗിൻസ് ഒക്കെ കുറച്ച് എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഈ ഫോണ്ട്, തീം, മീഡിയാസ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്റ്റ് ആയി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ഈ ടൈം എടുത്തതിന് ശേഷം മാത്രമേ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ എല്ലാ പേജസും ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് എല്ലാ പേജസും നമ്മളതിൽ പേജസ് എന്നുള്ള ഓപ്ഷൻസിനകത്ത് അത് വിസിബിൾ ആയിട്ട് വരുന്നതായിരിക്കും. സോ പേജസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് പേജസ് എന്നുള്ളത്. സോ അതിനെ പറ്റിയിട്ടുള്ള ഈ പ്രോഡക്ട്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി അവിടെ റീഡയറക്റ്റ് ആയി വന്നോളൂ. ഇപ്പോൾ ഏകദേശം രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൈം കൂടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇതൊന്ന് ആക്ടിവേറ്റ് ആവാനായിട്ട്. സോ നമുക്ക് സക്സസ്ഫുള്ളി ഇമ്പോർട്ടഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വിസിറ്റ് സൈറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിലോട്ടായിരിക്കും റീഡയറക്റ്റ് ആകാൻ പോകുന്നത്. റീഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ വെബ്സൈറ്റ് ഉണ്ടായിരുന്നത് ആ രീതിയിലല്ല, കുറച്ചും കൂടെ വ്യത്യാസം. കണ്ടോ ഇവിടെ unlearnacademy.infinityfreeapp.com കണ്ടോ, വെബ്സൈറ്റ് ഫുള്ളി കസ്റ്റമൈസ് ചെയ്തായിട്ടുണ്ട്. സോ എല്ലാം കറക്റ്റായിട്ട് ഇമ്പോർട്ടായി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേജസിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേജസിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ പേജസും നമുക്ക് നേരത്തെ നോക്കിയപ്പോൾ 2 പേജ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പം ഏകദേശം ഒരു 6-7 പേജസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഈ പേജസിൽ പോവാം. ജസ്റ്റ് നമ്മൾ വേറെ ചെയ്യേണ്ട ഒന്നുമില്ല, എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത്രയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് എഡിറ്റ് വിത്ത് എലമെൻറ്ററിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നേരെ വേർഡ് പ്രസിൻ്റെ എലമെൻറ്റർ പേജിലോട്ട് പോകും. എലമെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പേജ് ബിൽഡറാണ്. ഇതുവഴി നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടും കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് വെബ്സൈറ്റ്സ് ചെയ്യാൻ പറ്റും. എഡിറ്റ് വിത്ത് എലമെൻറ്റർ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ജസ്റ്റ് ഒരു ലോഡിംഗ് ടൈം എത്തും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ വെബ്സൈറ്റ് വരെ കണക്ട് ആവും. കണക്ട് ആയതിനു ശേഷം നമുക്ക് എല്ലാം, അതായത് ഇമേജസ് ആണെങ്കിലും കളർ ആണെങ്കിലും തീം ആണെങ്കിലും ടു Z കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ എലമെൻറ്റർ. ഫസ്റ്റ് ടൈം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഓപ്ഷനിലായിരിക്കും വരുന്നത്. നമുക്ക് ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഇവിടെ പോപ്പ് വരും, അത് ജസ്റ്റ് ക്ലോസ് കളയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഏതൊക്കെയാണോ ചേഞ്ച് ചെയ്യുന്നത് അതൊക്കെ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ എനിക്ക് അടുത്ത കോണ്ടന്റ് ഇതൊക്കെ ഓൾറെഡി ഇമേജിൽ വരുന്നതാണ് കേട്ടോ. ഈ ടെക്സ്റ്റൊക്കെ ഓൾറെഡി ഇമേജസിൽ വരുന്നതാണ്. നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് വരുന്നതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഈ ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സൈഡിൽ നമുക്ക് മാറ്റാം, ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ കറൻറ്റ്ലി നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. സോ നമുക്ക് AI കോണ്ടന്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ AI കോണ്ടന്റ് യൂസ് ചെയ്യാം. പക്ഷേ AI കോണ്ടന്റ് യൂസ് ചെയ്താൽ റാങ്ക് ആവാൻ ചാൻസ് കുറവ്, അതായത് ഗൂഗിളിൻ്റെ അടുത്തോട്ട് റാങ്ക് ആവാൻ ചാൻസ് കുറവാണ്. ബെറ്റർ സ്വന്തമായിട്ടുള്ള കോണ്ടന്റ് യൂസ് ചെയ്യുക, കുറച്ചും നന്നായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇവിടെ കോണ്ടന്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ടാബ് ചെയ്യുക. ടാബ് ചെയ്തതിന് ശേഷം എനിക്കിവിടെ കോണ്ടന്റ് ഫുള്ള് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നുള്ള രീതിയിൽ എനിക്ക് ഫുള്ള് കോണ്ടന്റ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓരോ കോണ്ടന്റും എല്ലാമൊന്നും അല്ല, ഓരോ കോണ്ടന്റും കളർ ഉൾപ്പെടെയാണെങ്കിലും ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പോയി നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ജസ്റ്റ് സ്റ്റൈലിൽ പോയതിന് ശേഷം നമുക്കിവിടെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ വിസിബിൾ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്നുള്ള ഹോവർ എഫക്റ്റും വരുന്നുണ്ട്, നോർമൽ എഫക്റ്റും വരുന്നുണ്ട്. ഹോവർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റിനെയാണ് നമ്മൾ ഹോവർ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കോണ്ടന്റ് ജസ്റ്റ് ഓവർലേ മാറ്റാം. ഓവർലേ ചേഞ്ച് ചെയ്യുന്നതിന് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ കളർ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, കണ്ടോ. സോ ഇതിൻ്റെ കളറൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് മാറ്റാം. ടെസ്റ്റ് ക്ലിക്ക് ചെയ്യാം, നമുക്ക് സൈഡിൽ നിന്ന് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് കൊടുക്കാം, ആവശ്യമുള്ള കളർ കൊടുക്കാം, ആവശ്യമുള്ള ടെക്സ്റ്റ് കൊടുക്കാം, ആവശ്യമുള്ള തീം കൊടുക്കാം, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം, ഹെഡറും ഫൂട്ടറും എഡിറ്റ് ചെയ്യാം. സോ നമുക്ക് മൊത്തം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ജസ്റ്റ് നമ്മൾ ഈസി ആയിട്ട് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യുക. ജസ്റ്റ് ഇവിടെ പബ്ലിഷ് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് സേവ് ആയിട്ട് വരുന്നതായിരിക്കും. നമുക്കിവിടെ ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പബ്ലിഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നാൽ ഇത് ലൈവ് ആവുന്നതായിരിക്കും. ഇതേപോലെ നമുക്ക് ഹെഡറും ഫൂട്ടറും ജസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഹെഡർ എന്ന് പറഞ്ഞാൽ ഈ മെനു ബാറിനെയാണ് ഹെഡർ എന്ന് പറയുന്നത്. ഫൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ ലോവർ ബാറിനെയാണ് നമ്മൾ ഫൂട്ടർ എന്ന് പറയുന്നത്. ഇത് രണ്ടും എഡിറ്റ് ചെയ്യുന്നത് നമുക്ക് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം, കാരണം അത് നമുക്ക് ഇവിടെ വെച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും നമ്മൾ വേർഡ് പ്രസിൻ്റെ ഡാഷ്ബോർഡിലോട്ട് പോവുക. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട പ്ലാറ്റ്ഫോം, ഇതാണ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കവിടെ ഇനി മുതൽ റോയൽ എലമെൻ്റ് ആഡ് ഓൺ എന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് തീം ബിൽഡർ എന്നൊരു സെറ്റ് നമുക്ക് കാണാൻ പറ്റും. ഹെഡർ മാത്രം ജസ്റ്റ് കാണിച്ചു തരാം, ഫൂട്ടർ നിങ്ങൾ മാനുവലി ചെയ്യുക, കാരണം ഫൂട്ടറും സെയിം രീതിയിലാണ് വരുന്നത്. ഹെഡർ ഇവിടെ അവൈലബിൾ ആണ്, ഫൂട്ടർ ഇവിടെ അവൈലബിൾ ആണ്. ഹെഡറാണ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഹെഡർ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. സോ ഇത്രമാത്രം ഈസി സ്റ്റെപ്സ് ആണ് വരുന്നത് അല്ലേ. ഇത്രയും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 15 മിനിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി കോണ്ടന്റും ഇമേജ് എല്ലാം നിങ്ങളിൽ ഓൾറെഡി സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഓസം വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു ടെംപ്ലേറ്റിൻ്റെ സഹായത്താൽ. സോ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത് വെബ്സൈറ്റിൽ. നിങ്ങൾക്ക് അഥവാ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും ടൂൾസോ കാര്യങ്ങളോ റിലേറ്റ് ചെയ്ത ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആസ് വെൽ ആസ് ലൈക്ക് ദിസ് വീഡിയോ.
സോ നമ്മളെ ഇത് വന്നിട്ടുണ്ട്, നമ്മളെ ഹെഡർ വന്നിട്ടുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ലോഗോ ഒരു ഇമേജ് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോ ഫയൽസ്, അതായത് നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് ചൂസ് ചെയ്യാൻ പറ്റും. കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് പബ്ലിഷ് കൊടുത്താൽ മാത്രം മതി, അത് ലൈവായിട്ട് വരും. എത്രമാത്രം ഈസിയാണല്ലേ. സോ ഇതുപോലെ നിങ്ങൾക്കും ഒരു വെബ്സൈറ്റ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ. ഇല്ല നിങ്ങൾ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ബിൽഡ് ചെയ്യാൻ പറ്റും എലമെൻറ്റിൻ്റെ സഹായത്താൽ. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ്. സൈൻ ഓഫ് രഞ്ജിത്ത് ചെയ്യുക ഫ്രം അല്ലൺ അക്കാഡമി. ബൈ.